Today, good morning, good morning. Today we are going to talk about escaping attitude. It's a method. See, ഇന്ന് 1497 ദിവസം. അടുത്ത 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ 1500 ദിവസത്തിലേക്ക് എൻ്റർ ചെയ്യാം. So good morning once again everyone. Welcome to Orange Apple Motivation Monster. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you so much. And a beautiful Sunday in 25th August 2024. See, escapism എന്ന് പറയുന്ന ഒരു സാധനമാണ് ശരിക്കും എസ്കേപ്പിംഗ് ആറ്റിറ്റ്യൂഡ്. അത് നെഗറ്റീവായും പോസിറ്റീവായിട്ടൊക്കെ നമുക്ക് പരിഗണിക്കാം. അത് നെഗറ്റീവായിട്ട് ജനറലി അതിനെ നമുക്ക് നെഗറ്റീവായിട്ട് കാണാം. അപ്പോൾ ഈ നെഗറ്റീവായിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾ ഓരോ ഏരിയയിലും ഓരോ തരത്തിലും ആളുകൾ എസ്കേപ്പ് ആവാൻ സാധ്യതയുണ്ട്. എസ്കേപ്പിസം ഇൻ ദ സെൻസ് ഓഫ് വാട്ട്? ഏത് സെൻസിലാണ് എസ്കേപ്പിസം ഉണ്ടാവാൻ സാധ്യതയുള്ളത്? അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ മാം ഓഡിബിൾ ആണല്ലോ അല്ലേ? ശബ്ദം ഉണ്ടല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച്. ഈ എന്തൊക്കെ വിഷയത്തിൽ നിന്ന് ആളുകളെ എസ്കേപ്പ് ആവും എന്നുള്ളതാണ് എസ്കേപ്പിസം. ആറ്റിറ്റ്യൂഡ് ഓഫ് എസ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിലും ആളുകൾ മെല്ലെ അതിൽ നിന്ന് സ്കൂട്ടാവുക, നമ്മൾ പറയും എസ്കേപ്പ് ആവാന്ന് പറയും. അപ്പോൾ ടൈപ്പ് ഓഫ് ഒരു ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ആംബിവേർട്ട് ടൈപ്പ് ഓഫ് ആളുകളാണ് പൊതുവെ ഈ എസ്കേപ്പിസത്തിൽ കൂടുതൽ ഉണ്ടാവുക. അവർ എസ്കേപ്പ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചർച്ച ചെയ്യുന്നവർ എസ്കേപ്പ് ആവും. they will be escaping from the discussions. They will be escaping from to be the friend. മുമ്പിൽ ഉണ്ടാവുന്നതിൽ അവർ എസ്കേപ്പ് ആവും. If we brought them to the list, നമ്മളെ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നാലും അവിടുന്ന് അവർ എസ്കേപ്പ് ആവും. അവരെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിച്ചാലും അവർ എസ്കേപ്പ് ആവും. അങ്ങനെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഇത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഈ എസ്കേപ്പിസം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തിനു ഞാൻ എസ്കേപ്പ് ചെയ്യണം, ആൻഡ് ടു ഹൂം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരെ ഞാൻ പേടിക്കണം, എന്തിനു ഞാൻ പേടിക്കണം, ഏത് കാര്യത്തെ ഞാൻ പേടിക്കണം. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചോളം സക്സസ്ഫുള്ളിന് കുറച്ചൊരു ഡിലേ വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ എല്ലാ കാര്യത്തിലും പുറകിൽ നിൽക്കും. ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ചു, ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവർ എസ്കേപ്പ് ചെയ്ത് മെല്ലെ സംസാരിക്കാതിരിക്കും. ഇപ്പോൾ എവിടെയാണ് എസ്കേപ്പ് ചെയ്യാൻ പറ്റുക? ഒരു ആക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എസ്കേപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എസ്കേപ്പ് ചെയ്യാൻ സ്കോപ്പ് ഉണ്ട്. അങ്ങനെ എന്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ സാധ്യതയുള്ള എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. നമ്മളതിൽ പെടുവില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ക്രോസ് ചെക്കിങ്, ഒരു ചോദ്യം, പേഴ്സണൽ ക്രോസിങ്. നമ്മളതിൽ പെടുവില്ല എന്നല്ല, നമ്മളങ്ങനെ എസ്കേപ്പ് ചെയ്യില്ല. നമ്മളെ കൂടി ആളുകൾ കൊണ്ടുപോയി എല്ലാറ്റിലും എത്തിക്കുക ചെയ്യുക, നമ്മൾ എസ്കേപ്പ് ചെയ്യാറില്ല എന്നാണ് നമുക്കൊന്ന്. ആ രൂപത്തിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ എസ്കേപ്പിസത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ അവർ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടും. അത് എസ്കേപ്പ് ആറ്റിറ്റ്യൂഡ് ഓഫ് എസ്കേപ്പിംഗ്. അപ്പം ഭക്ഷണത്തിന് എന്തെങ്കിലും ഒരു സീരിയസ് ഡിസ്കഷന് അവരെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിശുക്കുള്ള ആൾക്കാർ ഈ ടൈപ്പ് ഓഫ് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആളുകളെ എസ്കേപ്പിസത്തിലെ പല ഏരിയകളിൽ നമ്മൾ കാണാൻ പറ്റും. ഇതൊരു സ്റ്റൈല്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവർ കൊണ്ടു നടക്കുന്നത് പലപ്പോഴും അവർക്ക് അറിയില്ല. ഇതുകൊണ്ട് എനിക്ക് ഒരു സോഷ്യലി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഡെവലപ്മെന്റ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാവൂല, അതെനിക്ക് നഷ്ടമാണെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ആക്ച്വലി ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് എസ്കേപ്പിസം എന്ന് പറയുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തും ഇടിച്ചു കയറി സംസാരിച്ച് ആളുകളോടൊക്കെ ഇന്ററാക്ട് ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി സ്പീഡി ആയിട്ടുള്ള ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഒരു ഇന്ററാക്ഷൻ, ഒരു ഡെവലപ്മെന്റ്, ആളുകളെ ഇപ്പം നമുക്ക് വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ഇങ്ങോട്ട് കയറി പരിചയപ്പെടുന്ന ആൾക്കാരുണ്ട്. പരിചയപ്പെട്ടാലും തിരിച്ച് എന്താ പേരെന്ന് ചോദിച്ചാൽ എക്സ് പറയും. തിരിച്ചൊന്നും അയാളോട് താങ്ക് യു പറയില്ല. നിങ്ങൾ എന്നോട് പേര് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കില്ല. അവർ ആ കമ്മ്യൂണിക്കേഷൻ എസ്കേപ്പ് ആവുന്ന കാണാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലത്തും ഒരു സോഷ്യൽ ആക്ടിവിറ്റി, ഒരു സോഷ്യൽ എമർജൻസീസ് റൈസ്ഡ് ആയി. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പണിയിലൊക്കെ കുടുങ്ങും, അവിടെ പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, മേരെ കംപ്ലീറ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് സ്കൂട്ടാവുന്ന ആൾക്കാരുണ്ട്.
ഇറ്റ്സ് ആൾസോ ഇൻ ദ പാർട്ട് ഓഫ്. അപ്പോൾ അവരുടെ ഒരു കമ്മിറ്റ്മെന്റ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഒരു ഇൻഡിവിജ്വൽ ഗ്രോത്ത്, ഓവറോൾ കണക്കൂട്ടിയാൽ ഒരു ബിലോ 30% താഴെ അവരുടെ ഭയങ്കര സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കമ്മിറ്റ്മെന്റുകളിൽ നിന്നും റെസ്പോൺസിബിലിറ്റികളിൽ നിന്നും റിക്വയർമെന്റുകളിൽ നിന്നും സോഷ്യൽ റിക്വയർമെന്റ് ഉണ്ടാവും, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറുന്ന ടൈപ്പ് ആണെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് എസ്കേപ്പിസം ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എനിക്കറിയാം, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സ്റ്റാഫൊക്കെ ഉണ്ട്, കറക്റ്റ് ടൈമിന് ആരും കാണാതെ വന്ന് പഞ്ച് ചെയ്ത് പോകും, കറക്റ്റ് സമയത്ത് പോകും. ആറ്റിറ്റ്യൂഡ് ഓഫ് എസ്കേപ്സ് അവർക്ക് ഉണ്ടാവും. കാരണം അവർ വേറെ ആരും കണ്ടാൽ വേറെ എന്തെങ്കിലും പണി എക്സ്ട്രാ തന്നാലോ എന്ന് പേടിച്ചിട്ട് എന്നെ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരാളോട് അന്നത്തെ ദിവസം വിളിക്കാതെ പോകും. കാരണം വെച്ചാൽ അയാൾ വിളിക്കാത്ത അത്രയും എസ്കേപ്പ് ആയി എന്നുള്ളൊരു, അങ്ങനെ പല രൂപത്തിലും എസ്കേപ്പിസം, ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് എസ്കേപ്പിസം വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ പോയിട്ട് ബില്ലടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, എസ്കേപ്പിസം പറയാറുണ്ട്. അതേപോലെ തന്നെ ഓരോ ഏരിയകളിലും ഇത്തരത്തിലുള്ള വീട്ടില് സഹായിക്കുന്നതോ വർക്ക് ചെയ്യുന്നതോ ജോലി ചെയ്യുന്നതോ അങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് പരസ്പരം കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് സാധിക്കാതെ വരുന്നത്. ഇങ്ങനെ ഇതൊക്കെ എന്താ കാരണം, നമ്മുടെ ഈ എസ്കേപ്പിസം ആറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ ഇത് ശരിക്കും പോപ്പ് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എസ്കേപ്പിസം ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവും, നമ്മൾ തന്നെ ഉണ്ടാവും, നമ്മളായിരിക്കും, നമ്മളുടെ വീട്ടിലുണ്ടാവും. ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ മെല്ലെ ഒരുപാട് കാലമൊന്നും ഇങ്ങനെ മാറിച്ചാടി രക്ഷപ്പെട്ട് നടക്കുന്നതിൽ വലിയ ഒരു ബുദ്ധിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണം അവരോടൊക്കെ. പറ്റുന്നത് കഴിയുന്നതും ടേക്കപ്പ് ചെയ്ത് ഇൻവോൾവ് ചെയ്ത് ഒരു ഫാമിലി ടൂർ പോകണമെന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ ഉള്ള മേഡം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ മുകളിൽ കൊണ്ടുവിടും. ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ വിചാരിച്ച ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കും, നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ മെല്ലെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമാശയാക്കി മെല്ലെ രക്ഷപ്പെട്ട് എസ്കേപ്പ് ആയി. സോ ആറ്റിറ്റ്യൂഡ് ഓഫ് എസ്കേപ്പ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലൂസ് ആവാനും കമ്മിറ്റ്മെന്റ് റെസ്പോൺസിബിലിറ്റി നമുക്ക് തീരെ നടത്താൻ പറ്റാത്തവരായി മാറാനും, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സ്കോപ്പ് വളരെ കുറഞ്ഞ് വരുന്നൊരവസ്ഥ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളത്. സോ ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും, നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് എസ്കേപ്പിസം ഇല്ലാതെ കാര്യങ്ങൾ ആളുകളോട് നടക്കുന്നവരെ സംസാരിച്ച്, കാരണം മനുഷ്യരാണ് എല്ലാവരും, ആളുകളൊന്നും വലിയ അപകടകരമായ ജീവിയൊന്നുമല്ല. അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ലെറ്റ് us ഫൈൻഡ് അവർ ആറ്റിറ്റ്യൂഡ് ഓഫ് എസ്കേപ്പിംഗ് ഗുഡ് ആണോ ബാഡ് ആണോ, യൂസ്ഫുൾ ആണോ യൂസ്ലെസ് ആണോ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. Thank you, sir. Thank you.